എമ്പുരാൻ എന്ന സിനിമ ഒരുപാട് റെക്കോർഡുകൾ, പ്രത്യേകിച്ച് കളക്ഷൻ്റെ കാര്യത്തിൽ നേടിയെടുത്താലും ടെക്നിക്കലി എത്ര മികച്ചതാണെന്ന് അവകാശപ്പെട്ടാലും ഒരുപാട് പാളിച്ചകൾ സിനിമയിലുണ്ട്. പക്ഷേ എഴുത്തിലെ മികവ് ആകത്തുകയിൽ പരാജയപ്പെട്ടു എന്ന് ഒരു കാഴ്ചയിൽ തോന്നിയാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് മാറ്റി പറയേണ്ടി വരും. ഇനി ഒരിക്കൽ നിങ്ങൾ എമ്പുരാൻ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചാനുഭവം ലൂസിഫറിൻ്റേതിനേക്കാൾ മികച്ചതായില്ലെങ്കിൽ കൂടി ഒരു പരിധിവരെ ഇപ്പോൾ കേൾക്കുന്ന അത്ര നെഗറ്റീവ്സ് ഫീൽ ചെയ്യില്ല. സിനിമയുടെ തുടക്കത്തിലെ അറ്റാക്ക് സീൻ, അതിലൊരു ഫ്രെയിമിൽ പൊട്ടിത്തെറി ഒന്നും ഉണ്ടാവാതെ തന്നെ മിഷേലിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാരെല്ലാവരും തെറിച്ചു പോകുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിലെ വലിയൊരു മിസ്റ്റേക്കാണത്. ഗോഡ് ആക്സിസ് എന്ന രഹസ്യനാമമുള്ള ഷെൻ ട്രയാഡ് എന്ന ആഫ്രോ ചൈനീസ് ഗൂഢസഖ്യത്തെയും ലൂസിഫർ നെക്സസ് എന്ന രഹസ്യനാമമുള്ള ഖുറേഷി അബ്രാം എന്ന ഇൻഡോ അറബ് മെഗാ സിൻഡിക്കേറ്റിനെയും പരിചയപ്പെടുത്തിയാണ് കഥ ആരംഭിക്കുന്നത്. ഇതിൽ തന്നെ ഗോഡ് ആക്സിസ് എന്ന പേര് നോക്കുക. ദൈവതുല്യമായ അധികാരങ്ങളുള്ള നോർമൽ സ്റ്റേറ്റ് എന്ന ആക്സിസിനെ മുകളിലേക്കും താഴേക്കും നീക്കാൻ കഴിവുള്ള, ആക്സിസ് എന്നതിന് അലയൻസ് അഥവാ സഖ്യം എന്നൊരർത്ഥമുണ്ട്, വലിയൊരു സഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലൂസിഫർ നെക്സസ് സൂചിപ്പിക്കുന്നത് ഗൂഢമായി നീങ്ങുന്ന, അട്ടിമറികൾക്ക് കഴിവുള്ള വലിയൊരു മൾട്ടിനാഷണൽ ബന്ധത്തെയാണ്. ഗോഡ് ആക്സിസ് എന്ന പേര് തരുന്നത് ജിയോ പൊളിറ്റിക്കലി സ്ട്രാറ്റജിക് ആയൊരു ഫീൽ ആണെങ്കിൽ, ലൂസിഫർ നെക്സസ് തരുന്നത് ഒരു ഹിഡൻ നോളജ് ക്യാരി ചെയ്യുന്ന ഒരു റെബലിയൻ അഥവാ വിപ്ലവാത്മകമായ ഫീലാണ്. L3-യിൽ ഇത് എത്രത്തോളം വ്യക്തമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ഒരുവനെ ദുരാചാരിയാക്കും, പരമാധികാരം തികഞ്ഞ ജനദ്രോഹിയും. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനും പൊളിറ്റീഷ്യനും മോറൽ ഫിലോസഫറും ആയിരുന്ന ലോർഡ് ആക്ടൻ്റെ പ്രശസ്തമായ കോട്ട് കാണിച്ചാണ് കഥയിലേക്ക് കടക്കുന്നത്. ഇത് 1887 അന്നത്തെ പീറ്റർബർഗ് ബിഷപ്പായിരുന്ന മണ്ടേൽ ക്രേഗ്ടൺ എഴുതിയ കത്തിൽ നിന്നുള്ള വരികളാണ്. ബിഷപ്പ് ക്രേഗ്ടൺ അന്നത്തെ പ്രശസ്തനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പൊളിറ്റിക്കലി വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു. പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസിലും ക്രൈംസിലും ഇൻവോൾവ് ആയ മാർപ്പാപ്പമാരും രാജാക്കന്മാരും പരമാധികാരികളും ഉൾപ്പെടുന്ന ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ അവരുടെ സ്ഥാനമാനങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നിയമസംരക്ഷണങ്ങൾക്കും അതിലുറച്ച വ്യത്യസ്തമായ ശിക്ഷാ നടപടികൾക്കും വിധേയരാക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 6 വോളിയങ്ങൾ ഉൾപ്പെടുന്ന ഹിസ്റ്ററി ഓഫ് പേപ്പസി എഴുതുകയും അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കി ചരിത്രത്തിലൊരു മാറ്റം കൊണ്ടുവരികയും ചെയ്തയാളാണ് ക്രേഗ്ടൺ. മോറൽ ജഡ്ജ്മെൻറ്റിനും ഹിസ്റ്റോറിക്കൽ എത്തിക്സിനും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെയുള്ള ക്രേഗ്ടൻ്റെ ബുക്കുകൾക്ക് മറുപടി എന്നോണം ലോർഡ് ആക്ടൺ എഴുതിയ കത്തിലെ പ്രശസ്തമായ ഭാഗമാണ് ആദ്യം പറഞ്ഞ കോട്ട്. എമ്പുരാൻ തുടർന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ജതിൻ രാംദാസ്, ബൽരാജ് എന്നിവരിലൂടെ നീങ്ങുന്ന കഥയ്ക്ക് ഇതുതന്നെയാണ് ബെസ്റ്റ് കോട്ട്. അധികാരം ഒരുവനെ ദുരാചാരിയാക്കും, പരമാധികാരം തികഞ്ഞ ജനദ്രോഹിയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ലോർഡ് ആക്ടൺ പറഞ്ഞ ഈ വരികളുടെ തുടർച്ച ഇങ്ങനെയാണ്: ഗ്രേറ്റ് മെൻ ആർ ഓൾമോസ്റ്റ് ഓൾവേസ് ബാഡ് മെൻ ഈവൻ വെൻ ദേ എക്സസൈസ് ഇൻഫ്ലുവൻസ് ആൻഡ് നോട്ട് അതോറിറ്റി. അധികാരമില്ലെങ്കിലും സ്വാധീനം ചെലുത്തുമ്പോൾ പോലും മഹാന്മാർ എപ്പോഴും മോശം മനുഷ്യരാണ്. എപ്പോഴും ഒരു ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ഖുറേഷി അബ്രാമിൻ്റെ ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ കാണിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു കോട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. 2002 കലാപത്തിൽപ്പെട്ട് സയ്യദിൻ്റെ ചേട്ടൻ മൊഹ്സിനെ ടെലിഫോൺ ബൂത്തിൽ വെച്ച് കലാപകാരികൾ അടിച്ചു കൊല്ലുന്ന രംഗം. വസീമിൻ്റെ കടയുടെ അകത്താണെന്നും എല്ലാവരും സുരക്ഷിതരാണോ എന്നും ചോദിക്കുന്ന മൊഹ്സിൻ ഹാനിയയുടെ പേര് പറഞ്ഞു തീരുന്നതിന് മുൻപ് അടിയേറ്റ് വീഴുകയാണ്. ശേഷം സുഭദ്ര ബെന്നിൻ്റെ ഹവേലിയിൽ വെച്ച് നമുക്ക് മനസ്സിലാവും ഗർഭിണിയായിരുന്ന മസൂദ് ഫാമിലിയിലെ അംഗമായിരുന്നു ഹാനിയ എന്നും അവർ മൊഹ്സിൻ്റെ ഭാര്യയായിരുന്നു എന്നും. സിനിമയിൽ പിന്നീട് സയ്യദിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നതിൽ ഒരാൾ മൊഹ്സിനാണ്. മൊഹ്സിൻ കൊല്ലപ്പെടുന്ന തെരുവ് അതൊരു മുസ്ലിം തെരുവാണ്. അകലെയായി പള്ളിയുടെ മിനാരം കാണാം. സിനിമയുടെ അവസാനം ബൽരാജ് കൊല്ലപ്പെട്ടതിന് ശേഷം ASM പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധങ്ങളും ഇതേ തെരുവിലൂടെയാണ്. അവിടെ വെച്ച് തന്നെയാണ് ആൻ്റണി റൗത്തർ IB ഓഫീസർ കാർത്തികിനെ വെടിവെച്ച് കൊല്ലുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷവും ആ തെരുവിന് യാതൊരു വിധത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല എന്നും കാണാം. അത്തരത്തിലൊരു തെരുവിനെ ഫിലിം മേക്കേഴ്സ് കാണിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ആലോചിച്ച് നോക്കൂ. മസൂദിൻ്റെ കുടുംബം സുഭദ്ര ബെന്നിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ യാത്ര, അതിനിടയിൽ കാണിക്കുന്ന ഗോതമ്പ് പാടങ്ങൾക്കിടയിലുള്ള ശിവൻ്റെ അമ്പലം, കീറിപ്പറഞ്ഞ കൊടിയും പൊടിക്കാറ്റ് കൊണ്ട് നിറം മങ്ങിയ ഗോപുരവും നന്ദികേശ ശില്പവും, തൃശ്ശൂലത്തിലെ പഴകിയ നാരങ്ങയും ഉണങ്ങിയ പൂമാലയും, ഹിന്ദു മുസ്ലിം ലഹളയും ആക്രമണങ്ങളും നടക്കുമ്പോൾ ക്ഷേത്രം ഉപേക്ഷിച്ച് വരെ ഹിന്ദുമത വിശ്വാസികൾ തങ്ങളുടെ പ്രതികാരത്തിനായി പുറപ്പെട്ടു എന്ന് കാണിക്കുകയാണ് ഇതിലൂടെ. മാത്രമല്ല, ഈ ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ ശ്രീകോവിലിൻ്റെ അകത്തു നിന്നും ദൈവം നിസ്സഹായനായി നോക്കുകയാണ് രക്ഷ തേടി പോകുന്നവരെ. അതും സംഹാരത്തിൻ്റെ ദൈവമായ ശിവൻ നോക്കുന്നതായും കാണാം. ഈ ഒരു പോയിൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ച് നീളമുള്ളതാണ്. ഒരു ചെറിയ വിഷ്വൽ മാത്രമേ ഉള്ളൂവെങ്കിലും സയൻറ്റിഫിക് അക്യുറസി ഏതാണ്ട് പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ചൈനീസ് സ്പൈ സാറ്റലൈറ്റ് കാണിച്ചിരിക്കുന്ന രംഗത്ത് CRS-SAT-13 ദി ഷാഡോ ഡ്രാഗൺ ചൈനീസ് സ്പൈ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിന് മുകളിൽ ചൈനീസ് ഫ്ലാഗിനോട് ചേർന്നുള്ള എഴുത്ത് യാവ്ഗാൻ വെയ്ഷിങ് എന്നാണ്.
ഇതിൻ്റെ അർത്ഥം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്നാണ്. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിനും ഡിസാസ്റ്റർ മോണിറ്ററിങ്ങിനും ലാൻഡ് സർവേക്കും ഒക്കെയായി അയച്ചിരിക്കുന്നത് എന്ന് ചൈന പറയുന്ന സാറ്റലൈറ്റുകളാണ് യാവ്ഗാൻ വീഷിൻ. ഇങ്ങനെയൊക്കെ ചൈന പറയുന്നുണ്ടെങ്കിലും ഈ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് രഹസ്യാന്വേഷണം നടത്തുന്നുണ്ട് എന്ന് US അടക്കം പല രാജ്യങ്ങളും ആരോപിച്ചിട്ടുണ്ട്. ഈ സാറ്റലൈറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിയാലും സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ നോക്കിയാലും അതൊരു റിമോട്ട് സെൻസിങ്ങിനും സ്പൈ സർവീലൻസിനും പറ്റിയതാണെന്നും ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ആണെന്നും മനസ്സിലാവും. ഭൂമിയുടെ കർവേച്ചർ നോക്കിയാൽ മനസ്സിലാവുന്നത് സാറ്റലൈറ്റ് ഏതാണ്ട് 300 മുതൽ 600 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലാണെന്നാണ്. നീളത്തിലുള്ള ടെലസ്കോപ്പിക് ഷേപ്പ് സാധാരണ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ അതുണ്ട്. ഈ ഒരു ഡിസൈനിലുള്ളത് ഭൂമിയുടെ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള വലിയ ഒപ്റ്റിക്കൽ അപ്പർച്ചറുള്ള ടെലസ്കോപ്പാണ്. തുടർച്ചയായി പവർ കിട്ടിക്കൊണ്ടിരിക്കാനുള്ള വലിയ സോളാർ പാനൽസ് എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റുകളുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആൻറ്റിനയെയും കമ്മ്യൂണിക്കേഷൻ ഡിഷസും സാറ്റലൈറ്റിൻ്റെ സെൻട്രൽ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തോന്നും ഇതൊക്കെ ഒരു സാറ്റലൈറ്റിന് സാധാരണയായി കാണുന്നതല്ലേ എന്ന്. അതെ, ഇതൊക്കെ സാധാരണയായി ഉണ്ടാകാവുന്നതാണ്. എന്നാൽ സാധാരണ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളുടേത് ഇവിടെ കാണിച്ചതിനേക്കാൾ ചെറുതും കോമ്പാക്ട് ഡിസൈനും ആയിരിക്കും. ഇത്രയധികം വലിയ ഭൂമിയോടടുത്ത സാറ്റലൈറ്റ്, അതും ഭൂമിയെ തന്നെ ഫേസ് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ്, ഇതൊരു അക്യുറേറ്റ് പോയിൻ്റാണ്. ഈ സാറ്റലൈറ്റ് മുഴുവൻ സമയവും ഭൂമിയെ തന്നെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അത് സ്പൈ സാറ്റലൈറ്റുകളുടെ ഒരു പ്രത്യേകതയാണ്. സയൻറ്റിഫിക്കലി ഈ ഒരു സ്ട്രക്ചർ 100% ശരിയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് വളരെ കൃത്യതയുള്ളതാണ്. തീർന്നില്ല, ഇവിടെ ഭൂമിയുടെ ഷേപ്പ് നോക്കിയാൽ ഞെട്ടിക്കുന്ന അക്യുറസിയാണുള്ളത്. ഭൂമിയുടെ റേഡിയസ് ഏതാണ്ട് 6400 കിലോമീറ്ററോളം വരും. ഭൂമിക്ക് വെളിയിൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് സ്പേസിലേക്ക് വളരെ ഫെയ്ഡ് ചെയ്ത് നീങ്ങുന്ന ബൗണ്ടറിക്ക് എർത്ത് ലിംബ് എന്നാണ് പറയുക. ഒരു ബ്ലൂവിഷ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് നീങ്ങുന്ന ഭാഗം. എർത്ത് ലിംബിൻ്റെ സൈസ് ഏതാണ്ട് 100 കിലോമീറ്ററാണ് കാണുക. ഇവിടെ ഭൂമിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ വളരെ അക്യുറേറ്റ് ആണ് ഈ വിഷ്വൽ. അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ നീല നിറത്തിന് കാരണമായ റാലെ സ്കാറ്ററിംഗ് പോലും വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ സ്പൈ സാറ്റലൈറ്റിൻ്റെ ഒരു വശത്താണ് ലൈറ്റ് വീഴുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ ലൈറ്റ് വീണിരിക്കുന്നത് ചെരിഞ്ഞാണ്. ഇതും വളരെ അക്യുറേറ്റ് ആയ ഒരു ഡീറ്റെയിൽ ആണ്. ഇങ്ങനെ ഒരു ലൈൻ കൊണ്ട് ഭൂമിയിലെ രാവും പകലും വേർതിരിക്കുന്നതിനെ ഡേ നൈറ്റ് ടെർമിനേറ്റർ ലൈൻ എന്നാണ് പറയുക. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രിയാണെന്നും പകൽ വരാൻ പോവുകയാണെന്നും കൂടി ഇതിൽ നിന്നും മനസ്സിലാക്കാം. തുടർന്ന് സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങളും രാത്രിയിലേതാണ്. നാച്ചുറൽ ഫീൽ വരാനായി ക്ലൗഡിനെ കാണിച്ചിരിക്കുന്നതും കമൻറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ നൈറ്റ് ലൈറ്റ്സ് ഉള്ള ഇന്ത്യയുടെ സാറ്റലൈറ്റ് ചിത്രം, അതും വളരെ അക്യുറേറ്റ് ആണ്. ലൈവ് സാറ്റലൈറ്റ് ഇമേജസ് കിട്ടുന്ന വെബ്സൈറ്റുകളിലും ISROയുടെയോ നാസയുടെയോ സൈറ്റിലുമൊക്കെ നോക്കിയാൽ ഇതേ ചിത്രം കിട്ടുകയും ചെയ്യും. എന്നാലും എൻ്റെ സംശയം അതല്ല, ഇത്രയും അക്യുറേറ്റ് ആയിട്ട് ഈ ഒരു ചെറിയ വിഷ്വലിന് വേണ്ടി മേക്കേഴ്സ് ഇത് CGI VFX റെൻഡറിങ് ചെയ്തോ എന്നാണ്. മലയാളി ആയതുകൊണ്ട് ചെറിയൊരു കുശുമ്പ് കൂടി പറഞ്ഞ് ഈ പോയിൻ്റ് അവസാനിപ്പിക്കാം. ഇതൊന്നും അവർ ചെയ്തതാവില്ല. ചിലപ്പോൾ വല്ല സ്റ്റോക്ക് വീഡിയോ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാവും. അങ്ങനെ പറയാൻ കാരണവുമുണ്ട്. അത് അടുത്ത പോയിന്റിൽ പറയാം. സഖാവ് നെടുമ്പള്ളി കൃഷ്ണൻ എമ്പുരാൻ്റെ കഥ നടക്കുന്ന 2024 ജീവിച്ചിരിപ്പില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഈ വേഷം ചെയ്ത കൈനഗിരി തങ്കരാജ് 2022 ഏപ്രിൽ 3 മരിച്ചു പോയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് സിനിമയിൽ ആ കഥാപാത്രം ഇല്ലാതിരുന്നതും ആവാം. ഇതൊരു വൈൽഡ് ഗസ്സാണ്. ഈ ഇരിക്കുന്നതാണ് ഗോവർദ്ധൻ്റെയും ശ്രീലേഖയുടെയും മകൾ. ലൂസിഫറിൽ ചായ കൊണ്ടുവന്ന് തന്നിരുന്ന അമ്മ മരിച്ചുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് അപർണയാണ് ചെയ്യുന്നത്. ഗോവർദ്ധൻ്റെ റൂമിലെ ചുമരിലെ ബോർഡ് ഒന്ന് ശ്രദ്ധിക്കുക. വലത്തെ സൈഡിൽ താഴെയായി കാണിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഡ്രഗ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്കും മേജർ ഡ്രഗ് സോഴ്സ് പോയിൻറ്റ്സുമാണ്. 2010 കോൺഗ്രഷണൽ റിസർച്ച് സർവീസിൻ്റെ ഒഫീഷ്യൽ ഡാറ്റയാണത്. തൊട്ടുമുകളിലായി കാണിച്ചിരിക്കുന്നത് യാക്കിൻ ഗുസ്മാൻ എന്ന മെക്സിക്കൻ ഡ്രഗ് ലോഡിനെ 2016 US ഇൻ്റലിജൻസ് ഏജൻസി പിടിച്ചതിന് ശേഷമുള്ള ചിത്രമാണ്. സിനലോവ കാർട്ടൽ എന്ന ലോകപ്രശസ്തമായ ഡ്രഗ് കാർട്ടലിൻ്റെ തലവനായിരുന്നു എൽ ചാപ്പോ എന്നറിയപ്പെട്ടിരുന്ന യാക്കിൻ ഗുസ്മാൻ. ഒരുപാട് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ടായിരുന്ന, പിടിക്കപ്പെട്ടിട്ടും പല ജയിലുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള എൽ ചാപ്പോയെ 2016 പിടികൂടിയതിന് പിന്നിൽ ഒരുപാട് കോൺസ്പിരസി തിയറികളുണ്ട്. അതിലൊരെണ്ണം ഇതായിരുന്നു: മറ്റ് ചെറിയ ഡ്രഗ് കാർട്ടലുകളെയും ബ്ലാക്ക് മാർക്കറ്റുകളെയും പിടികൂടാൻ CIAയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും രഹസ്യമായി സഹായിച്ചിരുന്ന എൽ ചാപ്പോ ഒരിക്കൽ ഈ അന്വേഷണ ഏജൻസികളുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുവെന്നും തുടർന്ന് മറ്റ് ക്രൈം സിൻഡിക്കേറ്റുകളുടെ സഹായത്തോടെ എൽ ചാപ്പോയെ പിടികൂടിയെന്നുമാണ്. അതായത് ഖുറേഷി അബ്രാം ആയിരിക്കാം എൽ ചാപ്പോയെ പോലും പിടിക്കാൻ സഹായിച്ചത്. ബോർഡിൻ്റെ വലത്തെ സൈഡിൽ സിനലോവ കാർട്ടലിലെ അംഗങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഡ്രഗ് കാർട്ടലിനെ കുറിച്ചുള്ള ന്യൂസ് അല്ലാതെ പിന്നെ ആ ബോർഡിലുള്ളത് ചൈന ടൗൺ മോബിനെ കുറിച്ചുള്ള വാർത്തകളാണ്. അതിൽ തന്നെ ഈ ഒരു ന്യൂസ് പേപ്പർ. ഇതിൽ കാണിച്ചിരിക്കുന്നത് 1970കളിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ചൈന ടൗണിൽ ഉണ്ടായിരുന്ന ഗോസ്റ്റ് ഷാഡോ ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സിനെയാണ്. ഇതെല്ലാം റിയൽ സംഭവങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം.
മയക്കുമരുന്ന്, ആയുധങ്ങൾ, കള്ളക്കടത്ത് വസ്തുക്കൾ ഇതെല്ലാം അമേരിക്കയിലുടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഈ ഗോസ്റ്റ് ഷാഡോ ഗ്യാങ് ആയിരുന്നു. അപ്പോൾ ആരാണ് അതെല്ലാം അവിടെ എത്തിച്ചിരുന്നത് എന്നൊരു ചോദ്യമാണ്. അത് 1970കളിലെ ചൈനീസ് ട്രയാഡ്സ് ആയിരുന്നു. സോ ഗോവർദ്ധൻ പോകുന്ന വഴികൾ മറ്റാരേക്കാളും വളരെ കൃത്യതയോടെയാണ്. ആ ബോർഡിൽ ഒരിടത്തും ലേറ്റസ്റ്റ് ന്യൂസ് ഒന്നും തന്നെ കാണാനില്ല. ഫോട്ടോസ് എല്ലാം പഴയതാണ്. അതായത് ഗോവർദ്ധൻ അന്വേഷിക്കുന്നത് നിലവിൽ ആരാണ് ലൂസിഫർ നെക്സസ് എന്നോ ഗോഡ് ആക്സിസ് എന്നോ അല്ല, എന്താണ് അവരുടെ തുടക്കം എന്നാണ്. ഈ ഒരു പോയിന്റ് പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.